ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ശ്രീ സൗന്ദര്യലഹരി സ്തോത്രം 31. ആദ്യം 31 വായിക്കാം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തസിദ്ധിപ്രസവപരതന്ത്രൈഃ പശുപതിഃ പുനസ്ത്വന്നർബന്ധാദഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം. ഒരിക്കൽ കൂടി വായിക്കാം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തസിദ്ധിപ്രസവപരതന്ത്രൈഃ പശുപതിഃ പുനസ്ത്വന്നർബന്ധാദ് അഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം. ഇവിടെ ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ചതുഷ്ഷഷ്ടി, ചതുഹു എന്ന് പറഞ്ഞാൽ 4, ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60. അപ്പം ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 64. ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി, 64 തന്ത്രങ്ങളാൽ, തന്ത്രങ്ങളെ കൊണ്ട്. അപ്പോൾ 64 കലകൾ നമ്മൾ പണ്ട് പഠിച്ചു ഇല്ലേ, ലളിതാ സഹസ്രാമത്തിൽ. ഇവിടെ 64 തന്ത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഈ തന്ത്രങ്ങളെ കൊണ്ട് സകലം അതിസന്ധായ ഭുവനം, ഇവിടെ പിരിക്കാനായിട്ട് സകലം അതി സകലമതി, സ്ഥിതഃ തത്തത് സിദ്ധിപ്രസവപരതന്ത്രൈഃ, സ്ഥിതസ്തത്വസിദ്ധിപ്രസവപരതന്ത്രൈഃ എന്ന് വരും. സ്ഥിതഃ തത് തൽസിദ്ധി പ്രസവപരതന്ത്രൈഃ, സ്ഥിതസ്തത്വസിദ്ധിപ്രസ അങ്ങനെ വരും. പുനഃ ത്വത് നിർബന്ധാത്, പുനസ്ത്വന്നർബന്ധാതെന്ന്. അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം, അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം. ക്ഷിതിതലം അവാതീതരദിദം. ഇതാണ് വാക്കുകൾ. ചതുഷ്ഷ്ട്യ 64 തന്ത്രൈഹി തന്ത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തന്ത്രങ്ങളാൽ എന്താണിവിടെ ചെയ്തത്? അതിസന്ധായ, സകലം അതിസന്ധായ ഭുവനം, സകലം മുഴുവനും, സമസ്തം എന്നർത്ഥം. സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ട്, അതായത് എല്ലാ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്ത് സന്ധിച്ചിട്ട്, അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളുടെയൊക്കെ സന്ധിയെ ചെയ്തിട്ട് സ്വസ്ഥനായിരുന്ന്, അതാണ് സ്ഥിതഃ എന്ന് പറയുന്നത്. സ്ഥിതഃ എന്ന് പറയുന്നത് സ്വസ്ഥനായിരിക്കുക. തത് തത്സിദ്ധി പ്രസവപരതന്ത്രൈഃ, അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ എന്നർത്ഥം. തത്തൽസിദ്ധി പ്രസാദപരതന്ത്രൈഃ, പ്രസവയാണ്, പ്രസാദമല്ല, സോറി. തത്ത് സിദ്ധിപ്രസവ പരതന്ത്രൈഃ, അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ പശുപതി, പശുപതി പരമേശ്വരൻ. പുനഃ വീണ്ടും നിർബന്ധാത്, ത്വത് അങ്ങയുടെ നിർബന്ധത്താൽ, പുനഃ എന്ന് പറഞ്ഞാൽ പിന്നെ, നിന്തിരുവടിയുടെ നിർബന്ധം കൊണ്ട് അഖില പുരുഷാർത്ഥൈക ഘടനാ സ്വതന്ത്രം, 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന സകല പുരുഷാർത്ഥങ്ങളെയും മുഖ്യത്വേന ബന്ധിപ്പിക്കുക എന്നതിന് തനിയെ തന്നെ സാമർഥ്യമുള്ളതായ നിന്തിരുവടിയുടെ തന്ത്രത്തെ തേ തന്ത്രം ക്ഷിതിതലം
അവാതീതരത്. ഇതം എന്ന് പറഞ്ഞാൽ ഈ, അല്ലെങ്കിൽ ഇപ്രകാരം. തേ തന്ത്രം, നിന്തിരുവടിയുടെ തന്ത്രത്തെ ക്ഷിതിതലം അവാതീതര്, ക്ഷിതിതലം ഭൂമിയിൽ അവതരിപ്പിച്ചു എന്നർത്ഥം. ചതുഷ്ഷ്ട്യ തന്ത്രൈഹി 64 തന്ത്രങ്ങളെ കൊണ്ട് സകലം മുഴുവനും അതിസന്ധായ സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ടെന്നർത്ഥം. ഭുവനം സ്ഥിത സ്വസ്ഥനായിരുന്ന് തത്സിദ്ധി പ്രസവപരതന്ത്രൈഹി അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ തത് ആണ് തത്തതായത്. തത്സിദ്ധി പ്രസവപരതന്ത്രൈഹി അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ പശുപതിഹി പരമേശ്വരൻ പുനഃ ത്വന്നിർബന്ധാത് അങ്ങയുടെ നിർബന്ധത്താൽ പിന്നെയും അഖില പുരുഷാർത്ഥിക ഘടനാ സ്വതന്ത്രം 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന സകല പുരുഷാർത്ഥങ്ങളെയും മുഖ്യത്വേന ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ സാമർഥ്യമുള്ളതായ തേ തന്ത്രം ക്ഷിതിതലം നിന്തിരുവടിയുടെ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. അവാതീതരത് അവതരിപ്പിച്ചു എന്നർത്ഥം. ചതുഷ്ഷ്ട്യാതന്ത്രൈഹി സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തൽസിദ്ധി പ്രസവപരതന്ത്രൈഹി പശുപതിഃ പുനസ്ത്വന്നിർബന്ധാദഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരതിദം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി മഹാമായ തന്ത്രം മുതലായ 64 തത്വങ്ങളെ സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ട് സ്വസ്ഥനായിരുന്നു. അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ ആ പശു പരമേശ്വരൻ പുനഃ പിന്നെയും ത്വന്നിർബന്ധാത് അങ്ങയുടെ നിന്തിരുവടിയുടെ നിർബന്ധം കൊണ്ട് 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന സകല പുരുഷാർത്ഥങ്ങളെയും മുഖ്യത്വേന ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ സാമർഥ്യമുള്ളതായ ആ ദേവിയുടെ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു എന്നർത്ഥം. അല്ലയോ മഹാത്രിപുര സുന്ദരി പശുപതിയായ പരമശിവൻ അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ മഹാമായാതന്ത്രം മുതലായി 60 ആദ്യത്തെ മഹാമായാതന്ത്രം, അതാണ് ആദ്യത്തെ തന്ത്രം, അതുമുതൽ 64 തന്ത്രങ്ങളാൽ സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ട് സ്വസ്ഥനായി ഇരുന്നു. അതിൻ്റെ ശേഷം നിന്തിരുവടിയുടെ നിർബന്ധത്താൽ 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെ എല്ലാം മുഖ്യത്വേന ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ സ്വാതന്ത്ര്യമുള്ളതായ നിന്തിരുവടിയുടെ ഈ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. അപ്പം മഹാദേവനാണ് ഈ തന്ത്രങ്ങളെയെല്ലാം ഭൂമിയിൽ അവതരിപ്പിച്ചത്. ഇനി അതിനെ വിശദമായിട്ട് ഇച്ചിരി കൂടെ ഇതായി പറയുന്നു. സാക്ഷാൽ പരമേശ്വരൻ അതാത് തന്ത്രങ്ങളിൽ പറയുന്ന സിദ്ധികളെ മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതാത് സാധകന്മാരുടെ ആഗ്രഹം പോലെ മാത്രം ഫലങ്ങളെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതാത് സിദ്ധികളെ കൊടുക്കുന്നതിന് തന്നെ പരതന്ത്രങ്ങളായ അന്യകർമ്മങ്ങളുടെ സഹായത്തോടു കൂടിയ 64 തന്ത്രങ്ങളെ നിർമ്മിച്ച് അവയെ കൊണ്ട് അഖിലഭുവനത്തെയും നിയമിച്ചിട്ട് സ്വസ്ഥനായിരുന്നപ്പോൾ ശ്രീദേവിയുടെ നിർബന്ധ നിമിത്തം സകല തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള മറ്റ് യാതൊരു കർമ്മങ്ങളുടെയും സഹായമൊന്നും കൂടാതെ ദേവിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ ഉപാസന കൊണ്ട് മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ശ്രീവിദ്യ ഉപാസനാരൂപമായ ദേവീതന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു എന്നർത്ഥം. ഇനി വിവിധ കർമ്മപരിഭാഗം നിമിത്തം വിവിധ ചിത്തവൃത്തികളായ ജനങ്ങളെ പല ജനങ്ങളും പല രീതിയിലാണ് ഉപാസിക്കുന്നത്.
അങ്ങനെയുള്ള ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി പരമകാരുണികനായ ഭഗവാൻ പരമേശ്വരൻ കൈലാസപർവ്വതത്തിൽ വെച്ച് ഈ തന്ത്രങ്ങളെ എല്ലാം ശ്രീ പാർവതീ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. കൈലാസം മുകളിലായതുകൊണ്ടാണ്, ഊർധ്വലോകമായതുകൊണ്ടാണ് ഭൂലോകത്തിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഭഗവാൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത് ഋഷീശ്വരന്മാർ ഭൂമിയിലെല്ലാം പ്രദർശിപ്പിച്ചു. അതായത് കർണോ ഉപദേശേന, ഓരോരുത്തരെ കണ്ട് പറഞ്ഞ് ചെവികളിൽ കൂടെ കേട്ട് ഓരോരുത്തരെയും കേൾപ്പിച്ച് അവയെല്ലാം സിദ്ധന്മാരായ ഋഷികൾ മുഖാന്തരം കർണാകർണികയ ഓരോരോ ചെവികളിൽ കൂടി ലോകത്തിൽ പ്രസിദ്ധങ്ങളായി തീർന്നു. അപ്പം എല്ലാ വേദങ്ങളും ആഗമങ്ങളും, ആഗമം എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ, അതും പുരാണങ്ങളും പ്രപഞ്ചം പോലെ നിത്യങ്ങളാകുന്നു. ഇനി പ്രപഞ്ചമുണ്ടാകുമ്പോൾ ഈശ്വരാദികളിൽ നിന്ന് ഉണ്ടാകും, ആ ഈശ്വരാദികളിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ പ്രപഞ്ചം നശിക്കുമ്പോഴെല്ലാം ഇല്ലാതെയാകുകയും ചെയ്യുന്നു. ഇങ്ങനെ നിത്യത്വേന പ്രപഞ്ചത്തോടുകൂടി ഉണ്ടാകുകയും മറഞ്ഞു ഇരിക്കുന്നവയാണ് ആഗമാദികൾ, വേദവും ആഗമങ്ങളും ഒക്കെ. ഇനി ആ 64 തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയാണ്. മഹാമായാതന്ത്രം, ശംബരതന്ത്രം, യോഗിനി തന്ത്രം, ജാലശംബരം തന്ത്രം, തത്വശംബരകം എന്ന തന്ത്രം, ഭൈരവ അഷ്ടകം. ഇത് 6 എണ്ണമായി. ഇനി 8 ദേവിമാർ, നമ്മുടെ അഷ്ടമാതൃക്കൾ, അവരെ അത് 1 എണ്ണം. ആരൊക്കെയാണ് അഷ്ടമാതൃക്കൾ? ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട, ശിവദൂതി. ഈ 8 മാതാക്കൾ കൂടുന്ന അഷ്ടമാതാക്കളെ അത് 1 എണ്ണമായിട്ട് കൂട്ടും, ഒരു തന്ത്രമായിട്ട്. പിന്നെ ബഹുരൂപാഷ്ടകം എന്ന ബ്രാഹ്മി തന്ത്രം അതിൻ്റെ കൂടെ. അപ്പോൾ 8ഉം 6ഉം 14 1ഉം ഇപ്പോൾ 15ആയി അല്ലേ ബ്രാഹ്മി തന്ത്രം. ആ ബ്രാഹ്മി തന്ത്രം മാത്രമല്ല, ബ്രാഹ്മി തന്ത്രം മുതൽ 8 തന്ത്രങ്ങൾ വേറെ. ഏതൊക്കെയത്? ബ്രഹ്മയാമളം, വിഷ്ണുയാമളം, രുദ്രയാമളം, ലക്ഷ്മിയാമളം, ഉമായാമളം, സ്കന്ദയാമളം, ഗണേശയാമളം, ജയദ്രഥയാമളം. ഇങ്ങനെ യാമളാഷ്ടകങ്ങൾ 8 എണ്ണം എല്ലാം തന്ത്രങ്ങളാണ്. കൂടാതെ ചന്ദ്രജ്ഞാനം, മാലിനീ തന്ത്രം, മഹാസമ്മോഹനം, ഇങ്ങനെ മഹോച്ഛുഷ്യം എന്നൊക്കെ പറയും. അതായത് ശുഷ്യം എന്ന് പറഞ്ഞാൽ മഹാശുഷ്യം എന്ന്, അത് ഒരു തന്ത്രമാണ്. പിന്നെ വാതുലോത്തരം, ഹൃൽഭേദം, നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, പേര് പറഞ്ഞു പോവുകയാണ്. തന്ത്രഭേദം, ഗുഹ്യതന്ത്രം, കാമികം, കലാവാദം, കലാസാരം, കുബ്ജികാമതം, തന്ത്രോത്തരം, വീണാഖ്യം, ത്രോതലോത്തരം, പഞ്ചാമൃതം, രൂപഭേദം, ഭൂതോഡ്ഢാമരം, കുലസാരം, കുലോഡ്ഢിശം, കുളചൂടാമണി, സർവജ്ഞാനോത്തരം, മഹാകാളീമതം, മഹാലക്ഷ്മീമതം, സിദ്ധയോഗീശ്വരീമതം, കുരൂപികാമതം, ദേവരൂപികാമതം, സർവവീരമതം, വിമലാമതം, പൂർവാംനായ തന്ത്രം, പശ്ചിംനായ തന്ത്രം, ദക്ഷിണാംനായ തന്ത്രം, ഉത്തരാംനായ തന്ത്രം, ഊർധ്വാംനായ തന്ത്രം, വൈശേഷിക തന്ത്രം, ജ്ഞാനാർണവം, വീരാവലി തന്ത്രം, അരുണേശം, മോഹിനീശം, വിശുദ്ധേശ്വര തന്ത്രം. ഇതാണ് 64 തന്ത്രങ്ങൾ. ഇത്രയും പേരുകളൊക്കെ കൂടി ഇതെല്ലാം കൂടെ കൂടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിത്രയൊക്കെ മതി. ഇനി ഇതിൻ്റെ ഒന്നുകൂടെ വായിച്ച അർത്ഥമൊന്ന് നോക്കാം. അത് കുറേ വിവരിക്കാനുണ്ട്. ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരാത്ത അത്രയും ഉണ്ട്. നമ്മൾക്ക് അത്രയൊന്നും വേണ്ട, ആ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞാൽ മതി. ചതുഷ്ഷ്ട്യാതന്ത്രൈഹി സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈ പശുപതിഹി
പുനസ്ത്വന്നിർബന്ധാദഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരതിദം ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി മഹാമായാതന്ത്രം മുതലായ 64 തന്ത്രങ്ങളും സകലം അതിസന്ധായ ഭുവനം സ്ഥിത സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ട് സ്വസ്ഥനായിരുന്ന് അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ പരമേശ്വരൻ, അല്ലയോ മഹാത്രിപുര സുന്ദരി, പശുപതിയായ പരമശിവൻ അതാത് സിദ്ധികളെ മാത്രം ജനിപ്പിക്കുന്നതിൽ സമർത്ഥങ്ങളായ മഹാമായ തന്ത്രം മുതലായ 64 തന്ത്രങ്ങളാൽ സമസ്തമായ പ്രപഞ്ചത്തെയും സന്ധാനം ചെയ്തിട്ട് സ്വസ്ഥനായിരുന്നു. അതിനുശേഷം നിന്തിരുവടിയുടെ നിർബന്ധത്താൽ 64 തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെയെല്ലാം മുഖ്യത്വേന ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ സ്വാതന്ത്ര്യമുള്ളതായ നിന്തിരുവടിയുടെ ഈ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആക്ച്വലി ഇനിയും വേണമെങ്കിൽ അതിനെ ഒന്നും കൂടി വിശദീകരിക്കാം. സാക്ഷാൽ പരമേശ്വരൻ അതാത് തന്ത്രങ്ങളിൽ പറയുന്ന സിദ്ധികളെ മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതാത് സാധകന്മാരുടെ ആഗ്രഹം പോലെയുള്ള ഐഹിക ഫലങ്ങളെ മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതാത് സിദ്ധികളെ കൊടുക്കുന്നതിന് തന്നെ മറ്റുള്ള, അതായത് അന്യകർമ്മങ്ങളുടെ സഹായത്തോടു കൂടിയ 64 തന്ത്രങ്ങളെ നിർമ്മിച്ച് അവയെ കൊണ്ട് അഖിലഭുവനത്തെയും നിയമിച്ചിട്ട് സ്വസ്ഥനായിരുന്നപ്പോൾ ശ്രീദേവിയുടെ നിർബന്ധം നിമിത്തം സകല തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെയെല്ലാം സാധിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള മറ്റ് യാതൊരു കർമ്മങ്ങളുടെയും സഹായം കൂടാതെ സ്വന്തം ഉപാസന കൊണ്ട് മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ശ്രീവിദ്യ ഉപാസന രൂപമായ ദേവീതന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. ഇത്രയും മതി. മുഴുവനും വായിക്കുവാണ്. ഇന്ന് മുഴുവനും ഇരുന്ന് പറയാനും വായിക്കാനും ഉണ്ട്. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ പരമശിവൻ മുൻ പറഞ്ഞ 64 തന്ത്രങ്ങളെ നിർമ്മിച്ചതിൻ്റെ ശേഷം അതിൻ്റെ കാരണമായിട്ട് നിർമ്മിച്ച 65-ാമത്തേതായ 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന സ്വതന്ത്ര തന്ത്രം കൂടി നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നു. ഇനി അതൊക്കെ ഇവിടെ വേറെ വാമകേശ്വര തന്ത്രമൊക്കെ ആകുന്നു. അത് വേറെ പേര്. അതെല്ലാം പറയുകയാണ്. ഈ തന്ത്രങ്ങളെ പറ്റി പറഞ്ഞാൽ വലിയ ഒരു സംഗീത, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2 ശ്ലോകം കൂടി ഒന്നിച്ചു വായിച്ചിട്ട് നിർത്താം. സ്വദേഹോത്ഭൂതാഭിർഘൃണിഭിരണിമാദ്യാഭിരവിദോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഹാം കിമാശ്ചര്യം തസ്യ ത്രിനയനസമൃദ്ധീം തൃണയതോ മഹാസംവർത്താഗ്നിർവിരചയതി നീരാജനവിധീം ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്തത്തൽസിദ്ധിപ്രസവപരതന്ത്രൈഃ പശുപതിഃ പുനസ്ത്വന്നിർബന്ധാദഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരതിദം അവാതീരത് എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു. ഈ തന്ത്രത്തെ അവതരിപ്പിച്ചു എന്നർത്ഥം. ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ സൗന്ദര്യലഹരി പഠനം പൂർത്തിയായി. അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരിയും അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി.